ട്രംപ് കൃത്യമായ ചില സൂചനകളോടെ ഗൗരവമായി അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇതിന്റെ ഭാഗമായി അപകടത്തിന് തൊട്ടു പിന്നാലെ ഒരു പ്രസിഡൻഷ്യൽ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രംപ് പറയുന്നത് ഒബാമയും ബൈഡനും നടപ്പിലാക്കിയ DEI ആണ് ഇതിന് ഉത്തരവാദിത്വം. DEI എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി, ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ. അമേരിക്കയിൽ ഒബാമ തുടങ്ങിയ ഒരു ആശയമാണ്, പണ്ട് മുതലേ ഉള്ളതാണ്. ഒബാമയാണ് അത് ഗൗരവത്തോടെ എടുത്തത്, ബൈഡൻ അത് തുടർന്നു. DEI അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി, ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ എന്നത് അമേരിക്കയിലെ റിക്രൂട്ട്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശമാണ്. വെള്ളക്കാരുടെ അമേരിക്കയല്ല, എല്ലാവരുടെയും അമേരിക്കയാണ്. അമേരിക്കയിലേക്ക് വന്നിരിക്കുന്ന നിയമപരമായി താമസിക്കുന്ന സകലരും, കറുത്ത വർഗ്ഗക്കാരാണെങ്കിലും ഏഷ്യക്കാരാണെങ്കിലും മറ്റേത് മേഖലയിൽപ്പെട്ടവരാണെങ്കിലും അവരൊക്കെ എല്ലാ മേഖലകളിലും ഉൾപ്പെടണം. അതിനാണ് DEI എന്ന് പറയുന്നത്, ഡൈവേഴ്സിറ്റി, ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ. അത്തരത്തിൽ മെറിറ്റിനെ മറികടന്നുകൊണ്ടുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് മാറിയത് കൊണ്ടുള്ള കുഴപ്പമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ വ്യക്തമായി പറയുന്നില്ലെങ്കിലും പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിൽ, അട്ടിമറിക്കുന്ന തരത്തിൽ ചിലർ റിക്രൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർ ഒരുപക്ഷെ അമേരിക്കയെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ കീ പൊസിഷൻ ഉപയോഗിക്കാം എന്ന് ട്രംപ് പറയുന്നത് വാസ്തവത്തിൽ ഭീകരാക്രമണ സൂചനയെക്കുറിച്ച് തന്നെയാണ്. എന്നിട്ട് ട്രംപ് ചോദിക്കുകയാണ്, ആ യാത്രാ വിമാനം എത്ര കൃത്യമായ പാതയിലൂടെയാണ് വന്നത്? 400 അടി തീരത്തിലേക്ക് അത് താഴ്ന്നു വന്നു. 140 മൈൽ പെർ അവർ മാത്രമായിരുന്നു അതിന്റെ സ്പീഡ്. അതിന് തൊട്ടു മുൻപ് കൃത്യമായി ഒരു ക്ലിയറൻസ് കൊടുത്തിരുന്നു ടവറിൽ നിന്ന്, കൺട്രോൾ ടവറിൽ നിന്ന്. എന്നിട്ട് ഷോർട്ടർ റൺവേ ആണ്, അതിലേക്ക് പോകാമോ അതോ മാറ്റിത്തരണമെന്ന് ചോദിച്ചിരുന്നു. പൈലറ്റ് ഷോർട്ടർ റൺവേയിൽ മതി എന്ന് സമ്മതിച്ചിരുന്നു. അങ്ങനെ വരുന്നതിന് വഴി ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ വരുന്നു. ആ ഹെലികോപ്റ്റർ എങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന നിർണായകമായ ചോദ്യം ട്രംപ് ചോദിക്കുന്നു.